നമ്മെ ചലിപ്പിക്കുന്നത്, നമ്മെ നടത്തുന്നത്, നമ്മെ ചിന്തിപ്പിക്കുന്നത്, നാം ഇങ്ങനെ പ്രവർത്തിക്കുന്നതൊക്കെ അകത്തൊരു മനുഷ്യനുണ്ട്. ഇതിന് കരണ്ടങ്ങ് പോയാൽ ഈ സാധനത്തിന് ഒന്നിനും കൊള്ളില്ല. കരണ്ട് ഇല്ലെങ്കിൽ ആ ബോക്സ് ഒന്നിനും കൊള്ളില്ല. ഇതിനെ ചലിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തന നിരതമാക്കുന്നത് ഈ സംഗതിയാണ്, ഈ ഏറ്റവും വലിയ ഘടകം. എന്ന് പറഞ്ഞതുപോലെ നമ്മെ ചലിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതെല്ലാം ഈ അകമനുഷ്യനാണ്. അപ്പൊ ഇന്ന് പോലെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളടക്കമൊക്കെ ഇത് അകത്തൊരു മനുഷ്യനുണ്ട്. ഇതുപോലെ തന്നെയുള്ളൊരു മനുഷ്യൻ ഉണ്ട്. ആ മനുഷ്യൻ ഈ പുറമനുഷ്യനിൽ നിന്ന് വിട്ടുപോകുന്നതിന് പേരുണ്ട്. ഇതകത്തുനിന്ന് പുറത്തു പോകണതിന് പേര് മരണം. അതിനാണ് മരണം എന്ന് പറയുന്നത്. ഇനി ഈ പുറമനുഷ്യൻ, അകത്തെ മനുഷ്യൻ പുറമനുഷ്യനും പുറത്തു വന്നാൽ അതിന് പാർക്കാൻ രണ്ടിടം. ഇനി നമുക്ക് നോക്കാം, വേഗം വായിച്ച് ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിന്റെ 6-7 വാക്യം എന്തായാലും മുമ്പ് 5-ാം വാക്യം. അങ്ങനെ യഹോവയുടെ ദാസനായ മോശെ യഹോവയുടെ വചനപ്രകാരം. അപ്പൊ ഈ മരണം ആരുടെ കണ്ടതായിരിക്കും? യഹോവയുടെ വചനം. ജീവന്റെയും മരണത്തിന്റെയും അധിപൻ സൃഷ്ടാവായ ദൈവമാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവമാണ് മനുഷ്യന് ജീവൻ നൽകിയത്. ദൈവമാണ് മനുഷ്യന് ജീവനെ എടുത്തു മാറ്റുന്നത്. മരണം എന്ന് പറയുന്നത് ഈ പുറമനുഷ്യനും അകത്തെ മനുഷ്യനും തമ്മിൽ വേർപെടുന്നതാണ് മരണം. ഈ മനുഷ്യനകത്തു നിന്നും അകമനുഷ്യൻ പുറത്തു വന്നാൽ മരണം രണ്ടും കൂടെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അത് വായിച്ച് താഴെ അടുത്ത വാക്യം. ബത്പയോരിനെതിരെയുള്ള താഴ്വരയിൽ മോശയെ അടക്കി. ഏത് മോശേനെ? പുറമനുഷ്യനായ മോശ. നമ്മൾ കാണുന്ന കേൾക്കുന്ന പൊടി കൊണ്ടുണ്ടാക്കിയ ഈ മോശയെ ആരടക്കി? യഹോവയായ ദൈവം അടക്കി. എവിടാന്ന് ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഇനി മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് ഞാൻ പറഞ്ഞു. 17-ാം അധ്യായത്തില് ഒരു കാര്യം ചെയ്ത് 1 മുതൽ വായിച്ചു എല്ലാവർക്കും അറിയാവുന്ന. യേശു ഉയർന്ന മലയിലേക്ക് പോയി. കൂടെ 3 പേരുണ്ട്, പത്രോസും യാക്കോബും യോഹന്നാനും. എന്നിട്ട് സംഭവിച്ചു, അവരുടെ മുമ്പാകെ യേശു രൂപാന്തരപ്പെട്ടു. പിന്നെ മോശയും ഏലിയാവും നമ്മള് ആവർത്തന പുസ്തകത്തിൽ എന്താ വായിച്ചത്? മോശയെ യഹോവയായ ദൈവം അടക്കി. ഇന്ന് വരെ ആർക്കും അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ പണ്ടേ മോശയുടെ അസ്ഥിയൊക്കെ പണ്ടേ ആൾക്കാർ പെറുക്കി എവിടെയെങ്കിലും കൊണ്ടുവച്ച് പണ്ടായിരുന്നു. ഏതായാലും അത് അറിയിക്കാറുണ്ട്, നന്നായി. പക്ഷെ മോശയോടെ അടക്കി എന്ന് വായിച്ചിട്ട് ഇവിടെ നമ്മൾ മോശയെ കാണുന്ന ഈ മോശ എവിടുന്ന് വന്നു? അതാണ് ഞാൻ പറഞ്ഞത്. അകമനുഷ്യൻ എന്ന മോശ ഇപ്പോ ഇവിടെ യേശു കർത്താവിനോടൊപ്പം. ഇനി യൂദായുടെ ലേഖനത്തിൽ മോശയെ കൊണ്ട് പോകുമ്പോൾ ഒരു ഗുസ്തി പിടിച്ചായിട്ട് നിങ്ങൾക്കറിയാം. ഞാനിപ്പോ അതിലേക്ക് കിടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മിലൊരു അകമനുഷ്യനുണ്ട്.
നമ്മിലൊരു പുറമനുഷ്യനുണ്ട്. വേദപുസ്തകമാണ് ഇത് വളരെ കൃത്യമായി പറഞ്ഞത്. ചില ആൾക്കാർ പറയും ജന്മജന്മാന്തരങ്ങളിലൂടെ മോശം ഒരാൾ ജീവിച്ചിരുന്ന് മരിച്ചു കഴിഞ്ഞാൽ ഈ അകമനുഷ്യൻ എന്ന് പറയുന്നത് പ്രാണികളിലേക്ക് ഏതെങ്കിലും ജീവികളിലേക്ക് കയറി കുറെ കാലം അങ്ങനെ ജീവിച്ച് വീണ്ടും കുറെ കാലം കഴിയുമ്പോൾ വീണ്ടും മരിച്ച് അത് വേറെ ജീവികളിലേക്ക് കയറി അങ്ങനെ ജന്മജന്മാന്തരം കഴിഞ്ഞ് മോശത്തിൽ പോകുന്ന ഒരു പഠനമുണ്ട്. പിന്നെ പറയും വേറൊരു കുട്ടി പറയും തലമുടി 4 കീറി അതിന്റെ ഇങ്ങനെ പാലത്തേക്കളെ കടന്നുപോലെ പോയാൽ മോശത്തിൽ ചെല്ലാവും. ചിലര് പറയും ചത്തു കഴിഞ്ഞാൽ തീർന്നു, മണ്ണിലേക്ക് ചേർന്ന യുക്തിവാദികളൊക്കെ അതാ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം ഞാൻ പഠിച്ചൊരു പുസ്തകമുണ്ട്, മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം. എം കുന്തൻ സാർ എഴുതിയ മയ്യഴിപ്പുഴയുടെ ഒരു നോവൽ വളരെ പഠിച്ചത്. അതിനകത്ത് അദ്ദേഹം ഒരു അഭിപ്രായം എഴുതി വെച്ചിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞ ആത്മാക്കൾ മയ്യഴിപ്പുഴയുടെ തീരത്തുള്ള വെള്ളിയാങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് സാങ്കല്പിക സ്ഥലമാണ്, അവിടെ തുമ്പികളെ പോലെ പറന്നു നടക്കാമെന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പക്ഷെ വേദപുസ്തകം സത്യമായി പറയുന്നു, മരിച്ചു കഴിഞ്ഞാൽ ആത്മാക്കൾ തുമ്പികളെ പോലെ പറന്നു നടക്കുകയല്ല. എല്ലാം അതുകൊണ്ട് തീരുമല്ല. ഈ ശരീരം വിട്ടു കഴിയുമ്പോൾ ശരീരത്തിനകത്തിരുന്ന അകമനുഷ്യൻ അതിനായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റപ്പെടും. അപ്പൊ നമ്മുടെ ചിന്തകളുടെ ഒന്നാമത്തെ കാര്യം, ഞാൻ എന്ന് പറയുന്നത് 2 ഘടകങ്ങൾ ചേർന്ന് ഒന്നായിരിക്കുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും 2 ഘടകങ്ങൾ ചേർന്ന് ഒന്നായിരിക്കുന്നതാണ്. ഈ അകമനുഷ്യൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചലിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ പറയുന്നത്, നമ്മൾ എല്ലാം ചെയ്യുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യൻ, അത് നമ്മൾ സാധാരണ പറയുക ആത്മാവ്. ഇപ്പൊ ഇന്ന് മുതൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറഞ്ഞു ആത്മാവിന് രൂപമുണ്ട്. ആത്മാവ് നമ്മെ പോലെ തന്നെ ഇരിക്കണ, കയ്യും കാലും ഒക്കെ ഉള്ള ഒന്നാണ് ആത്മാവ്. ഇത് സത്യമാണ്, ഉണ്ടെന്ന് മോശമുണ്ട്. ഇനി നമ്മൾ ഗ്ലൂക്കോസിന്